ചിരട്ട കൊണ്ട് വിസ്മയം തീർക്കുന്ന ഡോക്ടർ സാബുവിന് ഒരു വസ്തുവും ഉപയോഗശൂന്യമല്ല. ഉപയോഗം കഴിഞ്ഞ് വലിച്ചെറിയുന്ന ചിരട്ടകൾ സാബുവിൻ്റെ കയ്യിൽ മനോഹരങ്ങളായ ശില്പങ്ങളായി രൂപപ്പെടുന്നു. അതിനു പിന്നിൽ ക്ഷമയുടെയും കഠിന പ്രയത്നത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും ആരും കാണാത്ത ഒരു മുഖമുണ്ട്. അങ്കമാലി കരയാമ്പറമ്പ് സേവന ഭവനിൽ ചിരട്ട കൊണ്ട് കരവിരുതിൻ്റെ മാസ്മരികത തീർക്കുന്ന ഡോക്ടർ സാബു ജോസഫിന് കരകൗശല വസ്തുക്കളോടുള്ള കമ്പം നന്നേ ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. ഞാൻ വളരെ ചെറുപ്പം മുതലേ കരകൗശല സാധനങ്ങളിൽ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ കരകൗശല സാധനങ്ങൾ ഒഴിവ് സമയങ്ങളിൽ കിട്ടുമ്പോൾ അത് ചെയ്യും. അതുപോലെ തന്നെ ഇതുപോലെ എക്സിബിഷൻ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് കൂടുതൽ അത്തരം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടായിരുന്നു വാസ്തവത്തിൽ പലപ്പോഴും. അങ്ങനെയാണ് ഞാൻ ഈ മേഖലയിലേക്ക് കൂടുതലൊന്ന് ശ്രദ്ധിച്ചു തുടങ്ങിയത്. പക്ഷേ സമയത്തിൻ്റെ ഒരു പരിമിതി വളരെയധികമുണ്ട്. 20 വർഷക്കാലമായി സമൂഹത്തിലെ നിർധനനും നിരാലംബനുമായ കുട്ടികൾക്ക് സംരക്ഷിക്കുന്ന സ്ഥാപനമായ സേവനഭവന്റെ ഡയറക്ടർ കൂടിയാണ് ഡോക്ടർ സാബു. ഇതോടൊപ്പം തന്നെ സാബുവിൻ്റെ സുഹൃത്തുക്കളായ ഡോക്ടേഴ്സിൻ്റെ പിന്തുണയോടെ നിർധനരായ രോഗികൾക്ക് കൈത്താങ് എന്ന പേരിൽ സൗജന്യമായി ഹോമിയോ മരുന്നുകൾ വിതരണം ചെയ്യുന്ന മെഡിക്കൽ ക്യാമ്പുകളും യോഗ പരിശീലനവും നൽകി വരുന്നു. ഒരു പത്രപ്രവർത്തകൻ കൂടിയാണ് ശ്രീ സാബു. ഇത്തരം ജീവിത തിരക്കിനിടയിലും സാബു തൻ്റെ കലാസൃഷ്ടികൾക്കും സമയം കണ്ടെത്തുന്നു എന്നതാണ് ഡോക്ടർ സാബുവിനെ അപൂർവ പ്രതിഭയാക്കുന്നത്. ഞാനൊരു 20 വർഷക്കാലമായിട്ട് ഈ നിർധന രോഗികളായിട്ടുള്ള ആളുകളെയും അതുപോലെ തന്നെ കുട്ടികളെയും ഒക്കെ സംരക്ഷിക്കുന്ന ഒരു സ്ഥാപനം സേവനഭവൻ നടത്തി വരുന്നുണ്ട് 20 വർഷക്കാലമായിട്ട്. ഒപ്പം തന്നെ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടിയിട്ട് നിരവധി ക്യാമ്പുകൾ, മെഡിക്കൽ ക്യാമ്പുകൾ, സൗജന്യമായിട്ട് മെഡിക്കൽ ക്യാമ്പുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടത്തി വരുന്നുണ്ട്. അത് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരുപാട് ഡോക്ടേഴ്സിൻ്റെ സഹകരണത്തോടു കൂടിയാണ് അത് നടത്തി വരുന്നത്. വിവിധ ഏരിയകളിൽ നമുക്ക് പോലീസിൻ്റെയൊക്കെ വലിയ സഹായങ്ങളും കാര്യങ്ങളൊക്കെ അത്തരം കാര്യങ്ങളിലുണ്ട്, സപ്പോർട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ അത് നടത്തി വരുന്നു. അപ്പോൾ ഇതിനിടെ ഇടയ്ക്ക് കിട്ടുന്ന ഒരു ഒഴിവ് വേളകളിൽ പരമാവധി നമുക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യണം. കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് നമ്മളിത് പ്രയോജനപ്പെടുത്തുന്നുണ്ട്, ഇത്തരം കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട്. ചിരട്ട എന്ന് പറയുമ്പോൾ അത് വളരെ പ്രകൃതിദത്തമായ ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഇത് നമുക്ക് യാതൊരു വിധത്തിലുള്ള ദോഷഫലങ്ങളുമില്ല. പിന്നെ പഴയൊരു കാലഘട്ടത്തിലേക്ക് ഇപ്പോൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. സ്റ്റാർ ഹോട്ടലുകൾ പോലുള്ള സ്ഥലങ്ങളിലെല്ലാം ഇത്തരം സൂപ്പ് ഡിഷ് അതുപോലുള്ള മഗ്ഗുകൾ, കപ്പുകളൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു പഴമയിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ വാസ്തവത്തിൽ. അത് നല്ലൊരു കാര്യമാണത്. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് വിവിധങ്ങളായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ചെയ്യുന്നൊരു റാന്തൽ വിളക്കാണത്. നമുക്ക് ഒരു പഴയ കാലത്തിൻ്റെ ഒരു നൊസ്റ്റാൾജിയ ഓർമ്മ വരുന്ന ഒരു സംഭവമാണത്. ഇതിനകത്ത് നമുക്ക് ലൈറ്റുണ്ട്. ഇതിന് റീചാർജബിൾ ആയിട്ടുള്ള ഒരു ലൈറ്റാണത്. ഇതിന് നമുക്ക് റീചാർജബിൾ ആയിട്ടുള്ള ലൈറ്റ് ആയതുകൊണ്ടും വളരെ കാലം വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു ലൈറ്റാണ്. ഇത് നമുക്ക് ബാറ്ററിയിലൂടെയാണ് ചെയ്യാൻ പറ്റുക. നമുക്ക് റീചാർജ് ചെയ്യാം. അതിന് ഒപ്പം തന്നെ നമുക്ക് ഇതിൽ റീചാർജ് ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു ചാർജറും ഒപ്പം ഇത് നമ്മൾ വിൽക്കുമ്പോൾ ഇതിനോടൊപ്പം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതിലൂടെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു റാന്തൽ വിളക്ക്. നമുക്ക് തൂക്കി ഇടാം, ഉപയോഗിക്കാം. വളരെ ഭംഗിയാണ്. രാത്രി സമയങ്ങളിൽ നല്ല ഭംഗിയായിട്ടിത് കത്തുന്നത് കാണാൻ കഴിയും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ആണ് ഇതിലൂടെ കൂടുതലൊക്കെ ചെയ്തു വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മനോഹരങ്ങളായിട്ടുള്ള ഒരു മഗ്ഗുണ്ട്. അതുപോലെ നമുക്ക് ചായയൊക്കെ പകർത്തി ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള മഗ്ഗാണിത്. ഇത് വാസ്തവത്തിൽ നമുക്ക് യൂസ്ഫുള്ളാണ്. അതായത് ഇത് ഷോപ്പ് പീസായിട്ട് ഉപയോഗിക്കാൻ അല്ല, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്, യൂസ് ചെയ്യാൻ പറ്റുന്നത്, യൂസബിളാണ്. ഇതിനകത്ത് വേറെ ചൂടോ തണുപ്പോ ഒന്നും ബാധിക്കാത്തത് കൊണ്ട് നമുക്ക് എന്തുപയോഗത്തിന് നമുക്ക് എടുക്കാം. അത് വാഷബിളാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്ക് വീടുകളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മനോഹരമായിട്ടുള്ള കാര്യമാണിത്. അതുപോലെ തന്നെ നമുക്ക് ചായ ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള ഒരു കപ്പാണ്. ഈ കപ്പ് നമുക്ക് പൂർണ്ണമായി ഇത് തന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള പിടിയൊക്കെയാണ്. ഇത് വിട്ടുപോയിട്ടുള്ള ഒരു കാരണവശാലും വാഷബിളാണ്, പ്രോബ്ലം ഒന്നുമില്ല. അത്തരത്തിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പൂർണ്ണമായിട്ടും പ്രകൃതിദത്തമായതുകൊണ്ട് മറ്റു തരത്തിലുള്ള യാതൊരു ദോഷഫലങ്ങളുമില്ല. അപ്പോൾ ഇനിയും പുതിയ പുതിയ ശില്പങ്ങൾ, പുതിയ മനസ്സിലുള്ള പുതിയ ഭാവനയിൽ വരുന്ന ഒരുപാട് കരകൗശല സാധനങ്ങൾ നമുക്ക് ഇനിയും താല്പര്യമുണ്ട്, ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഞാൻ കൂടാതെ തന്നെ ഒരു പത്രപ്രവർത്തകൻ കൂടിയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ ഞങ്ങൾ പോലീസുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഈ
റോഡിൽ അലയുന്ന മാനസിക രോഗികളെയൊക്കെ കളക്ട് ചെയ്യുന്നൊരു പ്രോജക്റ്റ് നടപ്പിലാക്കിയിരുന്നു. സമാന മേഖലയിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനിടയ്ക്കാണ് ഞാനിത് സമയം കണ്ടെത്തുന്നത്. പിന്നെ മറ്റൊരു കാര്യം, നമുക്ക് ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് സമ്മർദ്ദങ്ങളിൽ നിന്നൊക്കെ വലിയൊരു റിലീഫാണ് ഇത്തരം കാര്യങ്ങൾ. കരകൗശല സാധനങ്ങളുടെ നിർമ്മാണത്തിലേക്ക് കിടക്കുമ്പോൾ അത് നമുക്കേറെ ഒരു മാനസികോല്ലാസം തരുന്നൊരു കാര്യമാണ്. ഒപ്പം തന്നെ ഒരു നല്ലൊരു വരുമാന മാർഗമാക്കി മാറ്റാൻ കഴിയുന്നതാണ്. താല്പര്യമുള്ളവർക്ക് ഇതിലൊക്കെ കൂടുതൽ സമയം കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് മനോഹരമായിട്ടുള്ള ഇത്തരം സാധനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ സ്പൂണ്, ഇതിൻ്റെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മഗ്ഗുകൾ തന്നെയുണ്ട്. അതുപോലെ ബിയർ ഗ്ലാസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വലിയ മഗ്ഗ്, അതുപോലുള്ള സാധനങ്ങളൊക്കെ ധാരാളം ആളുകൾ ആവശ്യക്കാരായിട്ട് വരുന്നുണ്ട്, കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഫ്ലവർ വേസ്, പൂക്കൾ ഒക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലെ നിരവധി ഉൽപ്പന്നങ്ങൾ ഇനിയും ഞാൻ മനസ്സിൽ ഭാവനയിലുണ്ട്. ആ പ്രോജക്റ്റായിട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഈ തിരക്കേണ്ടതെല്ലാം ചെയ്തെടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ദൈനംദിന ജീവിതത്തിലെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ഇത്തരം കരകൗശല നിർമ്മാണം ഏറെ പ്രയോജനം ചെയ്യുന്നതായും സാബു പറയുന്നു. ചിരട്ട ഉരച്ചു മിനുക്കി പോളിഷ് ചെയ്തെടുക്കുമ്പോൾ അപൂർവതയുടെ വിസ്മയമായി റാന്തൽ വിളക്കുകളും കപ്പും സോസറും മഗ്ഗും മനോഹരങ്ങളായി ഉരുളിയും ഫ്ലവർ വേസും പൂക്കളും ജന്മമെടുക്കുന്നു. യന്ത്രസഹായങ്ങൾ തീരെയില്ലാതെ കൈകൊണ്ട് ചിരട്ട ഉരച്ചെടുത്താണ് ഇത്തരം ശില്പങ്ങൾ ഉണ്ടാക്കുന്നത്. ഇത്തരം ശില്പങ്ങൾ ആവശ്യക്കാർക്ക് വിൽക്കുന്നു. ഇതിൽ നിന്നും ലഭിക്കുന്ന വരുമാനം പൂർണ്ണമായും നിർധരരായ കുട്ടികൾക്ക്, രോഗികൾക്കുമായി ഉപയോഗിക്കുന്നു. തൻ്റെ ഈ ഉദ്യമങ്ങൾക്കെല്ലാം തന്നെ കുടുംബാംഗങ്ങളുടെ പരിപൂർണമായ പിന്തുണയുണ്ടെന്നും സാബു പറയുന്നു. ചിരട്ട പൂർണ്ണമായും പ്രകൃതി ഉൽപ്പന്നമായതിനാൽ ചൂടോ തണുപ്പോ ഒന്നും തന്നെ ബാധിക്കുന്നില്ല, യാതൊരുവിധ ദോഷഫലങ്ങളും ഇല്ല എന്നും സാബു ഓർമ്മിപ്പിക്കുന്നു. കൂടുതൽ പുതുമയാർന്ന സൃഷ്ടികൾ ഒരുക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് ഡോക്ടർ സാബു. ന്യൂസ് ഡെസ്ക്, സ്ട്രീറ്റ് ലൈറ്റ് ന്യൂസ്.